ഞാൻ തൃശ്ശൂർ ജില്ല ചാവക്കാട് 1997 മുതൽ 99 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ജോലി ചെയ്തിരുന്നത്. ആ സമയത്തുണ്ടായ ഒരു മർഡർ കേസാണ് പറയുന്നത്. അതായത് ചാവക്കാട് ടൗണിൽ തന്നെയാണ് പോലീസ് സ്റ്റേഷൻ. അവിടുന്ന് കുറച്ച് തെക്കോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു ഏനാമാവ് റോഡ് എന്ന് പറഞ്ഞൊരു റോഡുണ്ട്. എന്ന് പറഞ്ഞാൽ ഏനാമാവ് ഭാഗത്തേക്ക് പാവർട്ടി ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡാണ്. ഈ ഏനാമാവ് റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ രണ്ട് സൈഡിലും കച്ചവടക്കാരാണ്. കച്ചവടക്കാർ എന്ന് പറഞ്ഞാൽ ജ്വല്ലറി, അങ്ങനെ നല്ല അവിടുത്തെ ഒരു ഹാർട്ട് എന്ന് തന്നെ പറയാം. ചങ്കാണ്, ആ ടൗണിൻ്റെ ചങ്കാണ് ഈ ഏനാമാവ് റോഡ് എന്ന് പറഞ്ഞത്. എപ്പോഴും ഒരുപാട് ആളുകൾ യുടെ പ്രസൻസ് ഉള്ളൊരു സ്ഥലം. അവിടെ ഒരു 4:30 സമയം, ഉച്ചതിരിഞ്ഞ് സ്കൂളൊക്കെ വിട്ട സമയമാണ്. അപ്പോൾ തിങ്ങി നിറഞ്ഞ് ആളുകൾ റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരാളെ കത്തി കൊണ്ട് കുത്തിക്കൊല്ലുകയാണ്. കുട്ടികൾ പേടിച്ച് ഓടി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ 2 തമിഴന്മാരാണ്. ഡിണ്ടിഗൽ ഭാഗത്തുനിന്നോ മറ്റോ ഇവിടെ വന്ന് ഇവിടെ എന്തൊക്കെയോ ചെറിയ ചെറിയ ജോലികളൊക്കെ എടുത്ത് ജീവിക്കുന്നവരാണ്. അതിൽ ഒരാൾ, അപ്പോൾ അയാൾ ചെറുപ്പക്കാരനാണ്, ഒരു 30 വയസ്സിനൊക്കെ താഴെ പ്രായമുള്ളൂ. അയാൾ നാട്ടിൽ പോയി തിരിച്ച് വന്നപ്പോൾ അയാളൊരു പൂർവ്വ കാമുകിയെ തട്ടിക്കൊണ്ടു പോകുന്നതിലുള്ളൊരു വേറൊരു വ്യത്യാസം എന്താ വെച്ചാൽ, കാമുകി അതിനിടയിൽ വിവാഹിതയായിരുന്നു. വെരി ഫസ്റ്റ് ഡേ, കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ വൈകിട്ടായപ്പോൾ താലിയൊക്കെ കെട്ടി എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് വീട്ടിൽ നിന്നപ്പോൾ അന്ന് രാത്രി തന്നെ ഈ ഇവിടുന്ന് പോയ ആളുടെ കൂടെ, പേര് നമ്മൾ ഓർക്കണില്ല, തമ്പീനെ മറ്റാണ് എൻ്റെ ഓർമ്മ, തമ്പീൻ്റെ കൂടെ അവിടെ നിന്ന് ആ പെൺകുട്ടിയെയും കൊണ്ടുപോകാൻ ഇങ്ങോട്ട് തിരിച്ച് ചാവക്കാടേക്ക് പോന്നു. ഇവരെ തിരക്കി കല്യാണം കഴിച്ച അവൻ്റെ പേരെനിക്ക് മുരുകൻ എന്ന മറ്റാണ് പേര്. മുരുകൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു. ഇവിടെ ചാവക്കാട് എവിടെയോ അവളുണ്ടെന്നും അവനുണ്ടെന്നൊക്കെ അവന് മനസ്സിലായി. മറ്റു തമിഴന്മാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അവനവിടെ വന്ന് ഇങ്ങനെ ഇപ്പോൾ അന്വേഷിച്ച് കിടക്കുകയാണ് ഇവനെ. അപ്പോൾ ഒരുപാട് തമിഴന്മാർ അന്ന് ആ കാലത്ത് ചാവക്കാട് ഭാഗത്തുണ്ട്. വീടുകളിൽ ജോലിക്കായാലും കുപ്പി പാട്ട പറക്കുന്ന ജോലികളായാലും അങ്ങനെ പല കാര്യങ്ങൾക്കും. അങ്ങനെ അവനെ തിരക്കി നടക്കുന്ന സമയത്താണ് ഈ മുരുകൻ തമ്പിയെ ഈ ഏനാമാവ് റോഡിൽ വെച്ച് കാണുന്നത്. നേരിട്ട് ഫേസ് ടു ഫേസ് വരികയാണ്. അപ്പോൾ കയ്യിൽ കരുതിരുന്ന കത്തി കൊണ്ട് ചറപറ കുത്തി അവിടെ ഇട്ടു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു 200-250 മീറ്റർ ദൂരമുള്ളൂ ഈ സ്ഥലത്തേക്ക്. വിവരറിഞ്ഞ് പെട്ടെന്ന് പോലീസ് അവിടെ എത്തുന്നു. അധികം സാഹസപ്പെടാണ്ട് തന്നെ ഇയാളെ എനിക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റി. അധികം സാഹസപ്പെടാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രംഗം അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ഒരു സീൻ കണ്ടാലേ മനസ്സിലാവുള്ളൂ. കാരണം ഒരാളെ ജീവനെടുക്കാൻ വേണ്ടി കുത്തിയിട്ട് ആ രക്തം പുരണ്ട ആ കത്തിയുമായിട്ട് പബ്ലിക്കായിട്ട് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് ഒരു കിരീടം ഡയലോഗ് ഒന്നും അവിടെ പറയാൻ പറ്റില്ല. അയാൾ എന്തു ചെയ്യും? അയാളെ നമ്മൾ സറണ്ടർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അയാളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ ആ ഒരാളെ കുത്തി ആ ഒരു ഭാവം, മാനുഷിക ഭാവം, അപ്പം അയാളെ ഒരു വളരെ അവധാനതയോടു കൂടി തന്നെ വേണം അത് കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അധികം സാഹസപ്പെടാണ്ട് ഞങ്ങൾ പോലീസ് സംഘത്തിന് അയാളെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞു. ആ കത്തിയുമായിട്ട് അയാളെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു സർവൈലൻസിലിരുത്തി. കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏതായാലും അയാളെ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കസ്റ്റഡി വെച്ചു. അങ്ങനെ ഈ FI മൊഴിക്കുള്ള ആളൊക്കെ കൂട്ടി കിട്ടി. കേസൊക്കെ അന്വേഷിച്ചു. ഇതൊരു സാധാരണ മർഡർ കേസിൽ വ്യത്യസ്തമായിട്ടുള്ളതിനകത്ത് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഇതിന് കൊറോബറേറ്റീവായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള രീതിയിലുള്ള എവിഡൻസുകൾ ഉണ്ടാക്കണം. അപ്പോൾ പ്രധാന എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. കത്തിയുണ്ട്, ആ ഒറിജിനൽ ബ്ലഡ് സ്റ്റെയിൻ നൈഫുണ്ട്. പക്ഷേ കോടതിയിൽ കേസ് ഡയറി ആയിട്ട് കോടതിയിൽ പ്രോസിക്യൂഷൻ കൊടുക്കുമ്പോൾ ഇങ്ങനെയൊന്നാവില്ല ചിത്രം. കാരണം ഇങ്ങനെ ചിത്രമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഏത് വഴിക്ക് പ്രതി ഇറങ്ങിപ്പോയെന്ന് ചോദിച്ചാൽ മതി. അതാണ് ഇന്ത്യയുടെ എവിഡൻസ് ആക്ട്. 1872 എവിഡൻസ് ആക്ട് പ്രകാരം അതിനനുസരിച്ചുള്ള രീതിയിൽ ചെറിയ ഷേപ്പിംഗ് ഒക്കെ വരുത്തേണ്ടി വരും. അല്ലെങ്കിൽ അവൻ പുറത്തിറങ്ങി വീണ്ടും ആ
അവൻ്റെ ഭാര്യയായിട്ട് ഒരു ദിവസം കഴിഞ്ഞ് നമ്മളായിരിക്കും ചിലപ്പോൾ അടുത്ത ദിവസം കുത്തിക്കൊല്ലാൻ പോകുന്നത്. അപ്പോൾ അവന് എന്തായാലും ഈ ജയിലിലേക്കകത്ത് ആക്കണം, അവനെ നിയമപരമായിട്ട് കൊണ്ടുവരണം എന്നുള്ളത് ഒറ്റ ഗുഡ് ഫെയ്ത്തിൽ മാത്രം ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അങ്ങനെ മാസ്റ്റർ എഴുതാൻ പോയി. മാസ്റ്ററൊക്കെ എഴുതി. അതിന് രണ്ട് സാക്ഷികളൊക്കെ നമ്മൾ കൊണ്ടുപോയിരുന്നു. കാരണം പെട്ടെന്നൊന്നും ആരും വന്നതിനകത്ത് പോലീസിന് തലവെച്ച് തരില്ല. തലവെച്ച് തരിക എന്ന് തന്നെയാണ് ഞാൻ പറയാൻ പറ്റില്ല. കാരണം അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. കാരണം മാസ്റ്റർ സാക്ഷികൾ ഒരിക്കലും കൂറുമാറാതെ സാക്ഷികളാവുന്നതാണ് നമുക്ക് ഉപകാരപ്പെടുക. അവർ സംഭവം കാണണമെന്നില്ല, മാസ്റ്റർ സാക്ഷികൾ സംഭവം കാണണ്ട. പക്ഷേ പോലീസ് വന്ന് മാസ്റ്റർ എഴുതുന്ന സമയത്ത് അതിന് സാക്ഷി, അതാണ് മാസ്റ്റർ സാക്ഷി എന്ന് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ് ദൃക്സാക്ഷികൾ വേണം നമുക്ക്. അത് നമുക്ക് വളരെ എളുപ്പമല്ലേ. കാരണം 100 കണക്കിന് ആളുകൾ റോട്ടിൽ കൂടെ പോകണു. അതുപോലെ തന്നെ എത്രയോ കച്ചവടക്കാർ ഈ റോട്ടിലേക്ക് അഭിമുഖമായിട്ടുള്ള കടകൾ അവിടെയുണ്ട്. ഒരു 2-3 ആളെങ്കിലും പല ജഡ്ജിമാരൊക്കെ പല സ്വകാര്യ സംഭാഷണത്തിൽ പറയാറുണ്ട്. പല കേസുകളും എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു 2-3 ആളെങ്കിലും ഒന്ന് ലോയലായിട്ട് സാക്ഷി പറഞ്ഞാൽ അവരെ ശിക്ഷിക്കുന്നൊരു പ്രവണതയാണ് സാധാരണ നിലയ്ക്ക് ഇപ്പോൾ ജില്ലാ കോടതി ലെവലിൽ. പിന്നെ അവർ അപ്പീലിൽ പോകണമെങ്കിൽ പോട്ടെ. പക്ഷേ ഈ ജില്ലാ ലെവലിൽ വരുമ്പോൾ ഫസ്റ്റ് കൊലക്കേസ് വരുന്ന അഡീഷണൽ സെഷൻസിലൊക്കെ വരുമ്പോൾ ശിക്ഷിക്കപ്പെടുന്നതാണ് സമൂഹത്തിലെപ്പോഴും കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനായിട്ട് നല്ലതെന്നുള്ള ഒരു ചിന്താഗതിയാണ് പൊതുവിൽ ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ ഇടയിലുള്ളത്. അങ്ങനെ അവിടെ വന്നു. കടക്കാരുടെ ഓരോരുത്തരായിട്ട് അഡ്രസ്സ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ ചോദ്യം കടക്കാരുടെ ചോദ്യം എങ്ങനെയാണ്. അതിന് മുമ്പ് അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മർച്ചൻസ് അസോസിയേഷനായിട്ട് കയറി ബന്ധപ്പെട്ടു. കാരണം അവർക്ക് സംഘടനയുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ ആദ്യം അവിടെ ചെല്ലുമ്പോൾ തന്നെ അവരെ കൊണ്ട് പിന്നീട് വിളിപ്പിക്കാൻ നിൽക്കണ്ടെന്ന് വെച്ചിട്ട് അസോസിയേഷനോട് പറഞ്ഞു ഞങ്ങളിങ്ങനെ സ്റ്റേറ്റ് പോലീസ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ ഇത് പുറം വേണ്ട സാർ ഞങ്ങൾ അങ്ങോട്ട് വരാം, സ്റ്റേഷനിലേക്ക് വരാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ പോലീസൊക്കെ. അപ്പോൾ അത്രയും ഈ ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നൊക്കെ പറയണ ഈ കാക്കി വേഷത്തിനോടുള്ള ജനങ്ങളുടെ സമീപനമാണ്. ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞാൽ പോലീസ് ഇവിടെ വന്ന് കയറിയിരുന്ന് മുഴുവൻ ഞങ്ങളുടെ അത്ര നേരത്തെ കച്ചവടം പോകും. പിന്നെ നമ്മൾ അങ്ങനെ അവർക്ക് ഇഷ്ടമല്ല. അതാണ് പോലീസിന് പൊതുവെ പറയുന്ന കാര്യമുണ്ട്. പോലീസിന് ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ താല്പര്യമില്ല. ഈ രണ്ടും ഒന്നത്തിൻ്റെ സിനോണിംസാണ്, പര്യായങ്ങളാണ്. പക്ഷേ അർത്ഥത്തിൽ ഭയങ്കര വ്യത്യാസമുണ്ടെന്ന് പോലീസിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ താല്പര്യമില്ല പോലീസാണ് വരുന്നതിന്. അങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മൾ കടകൾ ഏതാണെന്ന് ലൊക്കേറ്റ് ചെയ്തു. അതിനുശേഷം അവരോട് തരാൻ പറഞ്ഞു. അവർ പറയുന്ന മറുപടി ഞങ്ങളിതൊന്നും കണ്ടിട്ടില്ല, ഒരാളും സാക്ഷി പറയാൻ തയ്യാറില്ല. നമ്മൾ പെട്ടു. കാരണം ഇത്രയും ജനനിബിഡമായിട്ടുള്ള ഒരു തെരുവിൽ വെച്ച് ഈ 4 മണി 4:30 സമയത്ത് ഒരാളെ കൊന്നിട്ട് ഒരാളെയും സാക്ഷി കിട്ടിയില്ല എന്നൊന്നും പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ കോടതിയിലോ പറയാൻ പറ്റില്ല. അത് ശരിയല്ല. നീതിന്യായ വ്യവസ്ഥയുടെ പോരായ്മയ്ക്ക് ചൂണ്ടിക്കാട്ടാനെന്നുള്ള വേദിയല്ല പ്രോസിക്യൂഷൻ. നമുക്ക് സാക്ഷികളെ കിട്ടിയേ മതിയാവും. അപ്പോൾ ഈ കച്ചവടക്കാരോട് ചോദിച്ച എല്ലാവരും ഒരേ മറുപടി തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളാരും കണ്ടില്ല. അവർ പറയണ മറുപടി എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ ആ സമയത്ത് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ഈ സാധനം പാക്ക് ചെയ്യായിരുന്നു. പലചരക്കാരൻ പറയുന്നതാണ്. എല്ലാവരും ബാക്ക് തിരിഞ്ഞു നിന്നിട്ടാണ് ആ സമയത്ത് അവിടെ കച്ചവടം നടത്തിയിരുന്നത്. എന്തോരൊച്ച കിട്ടും, എന്തൊച്ചാന്ന് പോലും അവർക്കറിയില്ല. സഹകരിക്കാൻ തയ്യാറില്ല, ചുരുക്കത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ 161 CRPC ഒക്കെ പ്രകാരമാണ് നമ്മൾ ഈ മൊഴി എടുക്കുന്നതൊക്കെ, ഈ സാക്ഷി മൊഴികളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അത് പ്രകാരം അതിന് ഒപ്പ് ആവശ്യമില്ല. FIR മാത്രമാണ് സാക്ഷിയുടെ ഒപ്പ് ആവശ്യമുള്ളൂ. പിന്നെ ഒരു സാക്ഷി മൊഴിയിലും മാസ്റ്ററിലൊക്കെ ഒപ്പിടുക, സാക്ഷി മൊഴിയിൽ ഒപ്പിടില്ല. ഡോക്യുമെൻസിൽ മാത്രമാണ് നമ്മൾ ആ ഡോക്യുമെൻസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒപ്പ് ആവശ്യമില്ല. ഇന്ന വീട്ടിൽ ഇന്ന ആളോട് ചോദിച്ചതിൽ പറഞ്ഞത് ഞാൻ മേൽ പറഞ്ഞ ഇതിലാണ് താമസം, ഇന്ന ദിവസം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നതാണ് ഈ സാക്ഷി മൊഴി എന്ന് പറയുന്നത്. അടിയിൽ മൊഴി വായിച്ചു കേട്ടു ശരി, സാക്ഷിയുടെ ഒപ്പ് മാത്രം, ഒപ്പില്ല, പേര് മാത്രം. അപ്പോൾ അയാളുടെ പേര് അബ്ദുറഹ്മാൻ എന്നുണ്ടെങ്കിൽ അബ്ദുറഹ്മാൻ, താഴെ റെക്കോർഡഡ് ബൈ മീ, ഇത് ഞാനാണ് റെക്കോർഡ് ചെയ്തത്, എൻ്റെ ഒപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഒപ്പുണ്ട്, സാക്ഷിയുടെ ഒപ്പില്ല. അപ്പോൾ ഈ സാക്ഷി മൊഴിയിൽ ഒപ്പ് ആവശ്യമില്ലാത്തതുകൊണ്ട് അതിന് 2 സൈഡും ഉണ്ട്, 2 ഭാഗങ്ങളുണ്ട് അതിനകത്ത്. അതായത് കോടതിയിൽ സാക്ഷികൾക്ക് മാറ്റി പറയാം, കാരണം അവർ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഈ ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയൊന്നല്ല ഞാൻ മൊഴി കൊടുത്തത്, ഈ പറയുന്നത് ശരിയല്ല, കൂട്ടിൽ നിൽക്കുന്ന പ്രതിയെ ആണ് നിങ്ങൾക്കറിയുമോ അറിയില്ല, ഈ സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും കേട്ടറിവുണ്ടോ അറിയില്ല. ഇങ്ങനെയായിരിക്കും പ്രതിഭാഗം ചോദിക്കുമ്പോൾ അവർ മറുപടി പറയുക, പ്രതിഭാഗം വക്കീൽ ചോദിക്കുമ്പോൾ മറുപടി പറയാം. അപ്പോൾ തന്നെ പ്രോസിക്യൂട്ടറെ എനിക്ക് എന്നിട്ട്
അത് ഹോസ്റ്റൈലാന്ന് പറയും. സാക്ഷിമൊഴികൾ രണ്ട് രീതിയിലുണ്ട്, ലോയലും ഹോസ്റ്റൈലും ഉണ്ട്. പോലീസ് കൊടുത്ത മൊഴിക്കനുസരിച്ച് എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷൻ്റെ ഇതനുസരിച്ച് മൊഴി തരുന്ന സാക്ഷികളെ ലോയൽ വിറ്റ്നസ് എന്നും, അതല്ല അതിന് വിരുദ്ധമായിട്ട് ഇതുപോലെ അറിയില്ല പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നവരെ ഹോസ്റ്റൈൽ വിറ്റ്നസ് എന്നാണ് പറയുക. അതിനാണ് കൂറുമാറി എന്ന് പറയുക. അപ്പോൾ ഇവർ കൂറുമാറാനുള്ള തയ്യാറെടുപ്പിലാണ് വന്നിരിക്കുന്നത്. അതൊന്നും ഒരിക്കലും ആ തമിഴനോടുള്ള ആ പ്രതിയോടുള്ള എന്തെങ്കിലും ഇതുകൊണ്ടല്ല, കോടതിയെ പേടിച്ചിട്ടാണ്. എന്താണ് കോടതിയെ ജനങ്ങൾ പേടിക്കുന്നത്? സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇപ്പോൾ സാക്ഷി മൊഴി തന്നു, അല്ല അഡ്രസ്സ് കൊടുത്തു. അത് കഴിഞ്ഞ് 6 മാസമോ എത്രയോ എന്നാണ് കോടതിയിൽ ട്രയൽ വരുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് ഇവർക്കൊക്കെ ആദ്യം സമൻസ് വരും. സമൻസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ടു കോൾ എന്നാണ്. ടു കം, സമൺ, വിളിക്കുക, വരിക. അതിനൂടെ SC ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കോടതി വിളിക്കുന്നു, അതാണ് സമൻസ്. സമൻസിന് ഏതെങ്കിലും കാരണവശാൽ അയാൾക്ക് അന്നേ ദിവസം 11 മണിക്ക് അവിടെ കോടതിയിൽ ഹാജരാകാൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ചിലപ്പോൾ സമൻസ് വരും. പല പ്രാവശ്യം വിളിച്ചിട്ടും കോടതിയിൽ സമയത്ത് ഹാജരാകാതിരുന്നു കഴിഞ്ഞാൽ അയാളുടെ പേരിൽ വാറണ്ടാവും. ആദ്യം ബെയിലബിൾ വാറണ്ട്, പോലീസിന് തന്നെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസിന് തന്നെ ജാമ്യം കൊടുക്കാം. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് സെഷൻസ് ഒക്കെ ആണെങ്കിൽ ഒറ്റ പ്രാവശ്യമൊക്കെ വരുള്ളൂ. ആദ്യത്തെ സമൻസിന് വന്നില്ല, രണ്ടാമത്തെ പിന്നെ വാറണ്ട് വരിക. ഇതും കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ NBW വരും, നോൺ ബെയിലബിൾ വാറണ്ട്. സാക്ഷി മൊഴി കൊടുത്തതിൻ്റെ ഒരു കുഴപ്പമാണ് ഈ പറയുന്നത്. ആ സാക്ഷീനെ നോൺ ബെയിലബിൾ വാറണ്ട് എന്ന് പറഞ്ഞാൽ നോൺ ബെയിലബിൾ ബ്രിങ്ങപ്പ് വാറണ്ട് വരിക. നോൺ ബെയിലബിൾ മറ്റേ കേസുകളാണ് വരുന്നത്. ഈ സാക്ഷി മൊഴിക്ക് വരുമ്പോൾ ബ്രിങ്ങപ്പ് വാറണ്ട് വരിക എന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് ചെല്ലാൻ ഈ സാക്ഷിയെ കോടതിയിലേക്ക് പിടിച്ച് ഹാജരാക്കാനാണ് പോലീസിന് നിർദ്ദേശം. നമുക്കൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം വരും. കാരണം നമ്മൾ മറ്റ് പല ജില്ലകളിൽ ജോലി ചെയ്തിട്ട് പിന്നെ പറയണ കറക്റ്റ് സമയത്ത് അന്ന് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആഘോഷം നടക്കുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് അസൗകര്യം നടക്കുന്ന സമയമായിരിക്കും. ആ സമയത്തൊക്കെ നമ്മൾ അവിടേക്ക് ചെല്ലാൻ പറ്റാണ്ട് എന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളെ പിടിച്ചുകൊണ്ട് ചെല്ലാൻ പോലീസിനെ പിടിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ബ്രിങ്ങപ്പ് വാറണ്ട് വരും. നമ്മുടെ കോടതികളുടെ ഒരു രീതികളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്നും കോടതികൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറാമലയാണ്. കോടതി ഭാഷ കംപ്ലീറ്റ് ഇംഗ്ലീഷാണ്. വാദിക്കുന്ന ഇതൊക്കെ മലയാളത്തിലാണെങ്കിലും കോടതി ഡോക്യുമെൻറ്റ്സ് മുഴുവനും ജഡ്ജ്മെൻറ്റ് വിധി അടക്കം എല്ലാം ഇംഗ്ലീഷിലാണ്. കോടതിയുടെ നിലവാരം അനുസരിച്ചാണ് വക്കീലന്മാരുടെ ഫീസ് വരിക. അപ്പോൾ ഹൈക്കോടതിയിലൊക്കെ എന്തെങ്കിലും റിട്ട് എന്നൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു എത്രയാണ് ഫീസ് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്ത, അവർക്ക് ആക്സസിബിൾ അല്ലാത്ത ഒരിടമാണ് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ നീതി ഉറപ്പാക്കേണ്ടുന്ന നീതിന്യായ കോടതികളുടെ അവസ്ഥ. അത് ആരുടെയും ഒരു ജഡ്ജിമാരുടെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഇതിന് കുഴപ്പമില്ല, സിസ്റ്റം അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ ആളുകൾക്ക് ആർക്കും അവരുടെ ഒരു ദിവസം മുഴുവൻ പോകും. കാരണം 12 മണിക്ക് ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ അതിൻ്റെ സീക്വൻസ് അനുസരിച്ച് ആദ്യം റോക്കോൾ കഴിഞ്ഞ് അത് കഴിഞ്ഞ് 12:30-12:45 ആകുമ്പോഴാണ് കേസുകൾ എടുത്തു തുടങ്ങുക. അത് കഴിഞ്ഞ് ഒരു 1:15 ആകുമ്പോൾ പറയും കോടതി ലഞ്ചിന് പിരിഞ്ഞു. അപ്പോഴും നമ്മളവിടെ നിൽക്കുക തന്നെ. ഉച്ച തിരിഞ്ഞ് വീണ്ടും 2:30 തുടങ്ങി, ചിലപ്പോൾ 5 മണിക്കായിരിക്കും ഈ നമ്മളെ സാക്ഷി പറയാൻ പോയതിനാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ 12 മണി എന്നുള്ളതിന് പറയും നേരത്തെ വന്നോട്ടെ പ്രോസിക്യൂട്ടർ ഓഫീസിൽ വരണം. പ്രോസിക്യൂട്ടർ ഓഫീസിൽ വന്ന് പ്രോസിക്യൂട്ടർ കാര്യങ്ങൾ പറഞ്ഞു തരും, നിങ്ങൾ എന്താണ് മൊഴി തന്നെന്ന് പറഞ്ഞു തരും, അത് പഠിപ്പിച്ച് തരും. അത് പഠിപ്പിച്ച് അത് കേട്ട് വേണമെന്ന് വരാൻ. അപ്പോൾ 10 മണിക്കെങ്കിലും എത്തിക്കോളൂ. അപ്പോൾ 10 തൊട്ട് ഈ എപ്പോഴാണ് കോടതി വിളിക്കണത് ആ സമയം വരെ ഒരുമാതിരി തടങ്കൽ പോലെ, എങ്ങോട്ടും പോകാൻ പറ്റില്ല, ചായ കുടിക്കാനൊന്നും പോകാൻ പറ്റില്ല, എപ്പോഴാണ് വിളിക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കോടതി വരാന്തയിൽ, ഫാൻ്റെ ചോട്ടിലൊന്നുമല്ല, കോടതി വരാന്തയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. ഇത് കോടതി പോകണ്ടാന്നോ അല്ലെങ്കിൽ കോടതിയുടെ സിസ്റ്റം എങ്ങനെയാണെന്നല്ല, ഇതാണ് ഇറ്റ് ഇസ് എ റിയാലിറ്റി. ഇതൊരു വസ്തുതയാണ്. വരുന്ന സാക്ഷികൾക്ക് ഇരിക്കാൻ ഇരിപ്പിടമോ, ഒഫീഷ്യൽ വിറ്റ്നസ്സിനൊക്കെ അതിൻ്റെ ഉള്ളിൽ ബെഞ്ചുമ്പോൾ എവിടെയെങ്കിലൊക്കെ കയറിയിരിക്കാം. അല്ലാതെ വരുന്നവർ മുഴുവനും നിൽക്കുന്നത് മുഴുവൻ വരാന്തയിലാണ്. അപ്പോൾ ആ വരാന്തയിൽ ചൂടും അത് സഹിച്ച് ഒരു ദിവസത്തെ മുഴുവൻ അവനവൻ്റെ തൊഴിലുള്ളവനാണെങ്കിൽ അന്നത്തെ തൊഴിൽ പോയി. ചിലപ്പോൾ ആ ഒരു ദിവസം ചെന്ന് ചിലപ്പോൾ അന്ന് വിളിക്കില്ല, എന്തെങ്കിലും കാരണം കൊണ്ട് ഇന്ന് പ്രോസിക്യൂട്ടർ ഇല്ല, അത് ലീവാണ്, ഇന്ന് കേസ് വിളിക്കുന്നില്ല, വീണ്ടും വേറൊരു ദിവസം വരണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇതുള്ള അനുഭവം ഉള്ളതുകൊണ്ട് ഒരാളൊരു കോടതിയിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ മുഴുവൻ പറയും മേലാൽ പോലീസിന് മൊഴി കൊടുക്കരുതിട്ടാ. പക്ഷെ അതൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു കൊലക്കേസിൽ, ഇത്രയും ഒരു സെൻസേഷണലായിട്ടുള്ളൊരു കേസിൽ അത് മൊഴിയെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ പോലീസ് എഴുതി ചേർക്കുകയാണ്. ആ കേസ് ശിക്ഷിച്ചു, ജീവപര്യന്തം എന്നാണ് എൻ്റെ ഓർമ്മ.
അപ്പോൾ ആ ശിക്ഷിക്കുന്നതിൽ ഒരു ഘടകം ഇയാൾ തമിഴ്നാട്ടുകാരനാണ്, അയാൾക്ക് ഇവിടെ വേറെ ബന്ധുക്കളോ അയാൾ സാമ്പത്തികമായിട്ടൊന്നും ഉള്ളവനല്ല, സാക്ഷികളെ സ്വാധീനിക്കാൻ കഴിവുള്ളവനല്ല, ആ സിസ്റ്റത്തിനെ തന്നെ, അത്രയും കൂടി ഞാൻ പറഞ്ഞു നിർത്തുള്ളൂ, ആ സിസ്റ്റത്തിനെ തന്നെ സ്വാധീനിക്കാൻ കഴിവുള്ളവരല്ല അയാൾ. ഇതുപോലെ തന്നെ അയാൾക്ക് വേണ്ടി വക്കീൽ പോലും വന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സർക്കാർ നമ്മുടെ ആർട്ടിക്കിൾ 22 പ്രകാരം, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 22 പ്രകാരം സർക്കാർ തന്നെ അയാൾക്കൊരു വക്കീലിനെ വെച്ച് കൊടുത്ത്, അയാൾ സാധാരണ ഒരു വക്കീൽ, ജൂനിയർ ആയെങ്കിലും വക്കീലന്മാരായിരിക്കും, അത് മാത്രം വെച്ചു. അതുകൊണ്ട് അവരുടെ ഈ ഡിഫൻസ്, പ്രതിഭാഗം വക്കീലിനെ, ലോയറിനെ നമ്മൾ ഡിഫൻസ് എന്നാണ് പറയുന്നത്. ആ ഡിഫൻസ് മറ്റു കാര്യങ്ങൾക്കൊന്നും പോകാത്തത് കൊണ്ട് പ്രോസിക്യൂഷൻ്റെ ആ രീതിയിൽ വന്ന് അയാൾക്കൊരു ശിക്ഷ കിട്ടി. കൊരട്ടി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പഞ്ചായത്തിൻ്റെ വക ഒരു പൊതു ശ്മശാനമുണ്ട്. അപ്പോൾ ആ പൊതു ശ്മശാനത്തിൽ പഞ്ചായത്ത് അധികൃതരുടെ അനുമതിയില്ലാതെ അനധികൃതമായിട്ട് ഒരു ശവം മറവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ചിലപ്പോൾ കൊലപാതകത്തിൽ പെട്ട ആളാകാം, വെളുപ്പാങ്കാലത്താണ്, മതിലൊക്കെ ചാടി കടന്നിട്ടാണ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് ഒരു ഇൻഫർമേഷൻ വരുന്നത്. അങ്ങനെ ഈ പഞ്ചായത്ത് ശ്മശാനത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന രംഗം എന്താണെന്ന് വെച്ചാൽ, കുഴി വെട്ടിയിട്ട് ഒരു ബോഡി അതിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. ചുറ്റും നാട്ടുകാർ മുഴുവനും കൂടി നിൽക്കുന്നുണ്ട്. ഒരു സ്ത്രീ ഈ കുഴിമാടത്തിൻ്റെ തൊട്ട് അടുത്തായിട്ട് തല ഇങ്ങനെ താത്തിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും ഓർക്കുന്നു. ഒരു ശുഭ്രവസ്ത്രധാരിയായ ഒരമ്മ, ഒരു ചെറിയ ശരീരം, ഒരു 10-40 കിലോ ഒക്കെ തയ്ച്ചുണ്ടാവില്ല, അതുപോലെയുള്ള ഒരു ചെറിയൊരമ്മ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കൂടെ വന്ന ആരാ കൊണ്ടുവച്ചതെന്നുള്ളതിനെ കുറിച്ചൊന്നും ഇതില്ല. നാട്ടുകാർ പറഞ്ഞു ഇത് അവിടുത്തെ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് സാറേ. അപ്പോൾ ധ്യാനകേന്ദ്രം അറിയപ്പെടുന്നൊരു ധ്യാനകേന്ദ്രമാണ്. ആദ്യം അവരത് സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് അവരത് പറഞ്ഞു അത് ഇവിടുന്ന് തന്നെ കൊണ്ടുപോയ ബോഡിയാണ്. അപ്പോൾ നിങ്ങൾക്കത് പകൽ പഞ്ചായത്ത് അധികൃതരുടെ അനുമതിയോടുകൂടിയൊക്കെ ആയിക്കൂടെ, എന്തിനാ ഈ വെളുപ്പാങ്കാലത്തൊക്കെ കൊണ്ട് പോകുന്നത് എന്തിനാണ് സാറേ? തുറന്നു പറയാലോ, അതൊരു എയ്ഡ്സ് രോഗിയാണ്. അപ്പോൾ ഈ ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥനകളും ധ്യാനങ്ങളും മാത്രമല്ല, ഇതുപോലെ നിരാലംബരായിട്ടുള്ള ആളുകൾ, മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകൾ, കൂട്ടത്തിൽ എയ്ഡ്സ് രോഗികളും അവസാന കാലഘട്ടത്തിൽ എല്ലായിടത്തു നിന്നും വീട്ടിൽ കൊണ്ടുവരാൻ നിവൃത്തിയില്ല, ആശുപത്രിയിൽ കിടത്താൻ നിവൃത്തിയില്ല. നമ്മൾ കോവിഡൊക്കെ വരുന്നതിന് മുമ്പ് ഏറ്റവും മാരകമായിട്ടുള്ളൊരു അസുഖമായിട്ട് കണക്കാക്കിയിരുന്ന എയ്ഡ്സ്, അത് വന്നിട്ട് ഒരു 26 വയസ്സുള്ള ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു പയ്യനാണ്, ഒരു ചെറുപ്പക്കാരനാണ് മരിച്ചത്. അവൻ്റെ അമ്മയാണ് ഈ കൂടെ ഇരിക്കുന്ന വെളുത്ത സാരി ഉടുത്ത സ്ത്രീ. അവരുടെ കൂടെ വേറെ ആരുമില്ല. അപ്പോൾ നാട്ടിലെവിടെയെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ബന്ധത്തിലൂടെയൊക്കെ പകരുന്നൊരു രോഗം എന്നുള്ള രീതിയിൽ അത് നാണക്കേടായതുകൊണ്ട് ഇങ്ങനെ ഇത് കേട്ടപ്പോൾ ഇവിടെ പ്രാർത്ഥനയിലൂടെ എന്നുള്ള രീതിയിൽ കൂടിയിട്ടാണ് അമ്മയും ഈ മകനും കൂടി ഇവിടെ വന്നത്. അപ്പോൾ ഇവരതൊരു വലിയ സർവീസ് എന്നുള്ള രീതിയിൽ ധ്യാനകേന്ദ്രം അത് അവരെ എൻ്റർടൈൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നാട്ടുകാരിൽ എല്ലാ രാഷ്ട്രീയക്കാരുണ്ട്. ധ്യാനകേന്ദ്രത്തിനോട് ഒരുപാട് കുറച്ച് കാലമായിട്ട് കലിപ്പുള്ള കുറേ ആൾക്കാരുണ്ട്. അതിൽ BJP-കാരും ഉണ്ട്. അവരാണ് നേതൃത്വം. അപ്പോൾ അവർ പറഞ്ഞു, സാർ ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, ഒരുപാട് ഇതുപോലെ തന്നെ രാത്രികളിൽ കൊണ്ട് മതിൽ ചാടി കടന്ന് ഇവിടെ കുഴിച്ചിട്ട് പോകുന്നതായിട്ട് കേൾക്കാറുണ്ട്. ഇപ്പോൾ ഇതൊരു എയ്ഡ്സ് രോഗിയാണ്. അപ്പോൾ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്. അവരുടെ സംശയങ്ങൾ ഇങ്ങനെയാണ്, മഴ പെയ്യുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒലിച്ചു വന്ന് ഞങ്ങളുടെയൊക്കെ കിണറ്റുകളിലേക്ക് വരും. ശാസ്ത്രബോധം അത്രയേ ഉള്ളൂ. കിണറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ എയ്ഡ്സൊക്കെ അങ്ങനെയൊക്കെ പകരുന്നു വിശ്വസിക്കുന്നൊരു കാലഘട്ടം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്ന, മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്ന ആളുകൾ. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ബോഡി ഇവിടെ വയ്ക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ കൊരട്ടി SI ഫേമസ് വർഗീസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. കൊരട്ടി SI ധ്യാനകേന്ദ്രത്തിൻ്റെ ആളുകളെ വിളിച്ചു, അച്ഛന്മാരെ വിളിച്ചു, ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരെയും വിളിച്ചു. അപ്പോൾ എന്തായാലും അവിടെ കുഴിച്ചിട്ട് അവിടെ വരെ എത്തിയില്ലേ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഉറവെടുത്ത് വെള്ളം കിണറ്റില്ല, അതൊന്നും അങ്ങനെയൊന്നും പകരുന്നതല്ലല്ലോ എയ്ഡ്സ്.
നാട്ടുകാർ പറഞ്ഞു ഇവിടെ ബോധവൽക്കരണം കേൾക്കാൻ വന്നതല്ല ഞങ്ങൾ, ഇതിവിടുന്ന് കൊണ്ടുപോകണ്ടോ ഇല്ലയോ. അപ്പോൾ ഈ ഇതിൻ്റെ വൈദികന്മാർ വന്നവർ അതിനകത്തൊരു നിലപാട് അവർക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് കുറച്ചും കൂടി അവിടെയുള്ള അച്ഛനോടൊക്കെ ചോദിച്ചിട്ട് വേണം. അവൾ വരെ സൗമ്യമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ എന്തിനും തയ്യാറാണ്, കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം, അപ്പോൾ വിഷയമില്ലല്ലോ. പക്ഷേ എന്ന് പറഞ്ഞിട്ടും കാര്യങ്ങൾ നീങ്ങുന്നില്ല. ഇവർ പറഞ്ഞിങ്ങനെ അങ്ങോട്ട് ഫോൺ വിളിച്ച് ഇങ്ങോട്ട് ഫോൺ വിളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ അതിൽ ഒരു നേതാവ് പോലുള്ള ഒരാൾ പറഞ്ഞു, ഞങ്ങൾക്ക് വേറെയും ചില സംശയങ്ങളുണ്ട്. വേറെ ഒന്നുമില്ല, ഒരു പ്രേക്ഷിതനെ അവിടെ നിന്ന് കാണാണ്ടായിട്ടില്ല, ഒരു തിരോധാനം. ഈ മതത്തിൻ്റെ ഇതുകളൊക്കെ പഠിപ്പിക്കാനും ധ്യാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാമെന്നും പറഞ്ഞ് നിങ്ങളിവിടെ താമസിപ്പിക്കുന്ന പ്രേക്ഷിത എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട അങ്ങനെ കാറ്റഗറികൾ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ദിവ്യവസ്ത്രം പോലെ ഒക്കെ ഉടുത്ത് നടക്കുന്ന കന്യാസ്ത്രീകളല്ലാത്ത അതിലൊരു ചെറുപ്പക്കാരി കാണാണ്ടായിട്ട് 2 കൊല്ലമായി. ആ കേസ് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. നിങ്ങളൊരു ഉന്നതനായിട്ടുള്ള ഒരു IPS ഓഫീസറുടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളുടെയൊക്കെ സ്വാധീനം കൊണ്ട് ഇവിടത്തുള്ള CIമാരെ വരട്ടി നിങ്ങളത് നിർത്തിയിരിക്കുകയല്ലേ. ഇങ്ങനെ കവലപ്രസംഗം പോലെ ആവാൻ തുടങ്ങി, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. അപ്പോൾ എനിക്കറിയാം, വിഷയം എനിക്കറിയാം, ഞാനും അന്വേഷിച്ചിട്ടുള്ളതാണ്. അത് ഞാൻ എനിക്കിപ്പോൾ ഷെയർ ചെയ്യുന്നില്ല തൽക്കാലം. അപ്പോൾ ഇത് പ്രേക്ഷിതയുടെ കഥ പറയാൻ തുടങ്ങിയോടുകൂടി പിന്നെ ധ്യാനകേന്ദ്രം എന്ത് കോംപ്രമൈസിനും തയ്യാറായി. അവിടെ നിന്ന് ബോഡി പുറത്തെടുത്ത് വെച്ചു. ഇനി എങ്ങോട്ട് കൊണ്ടുപോകും? അപ്പോഴാ അമ്മയുടെ ഒരു ദയനീയാവസ്ഥ ഞാൻ പറയുന്നത്, ഭാഷ അറിയില്ല, സ്വന്തം മകൻ മരിച്ചിട്ട് അതൊരു 6 അടി മണ്ണിലേക്ക് താഴ്ത്താനായിട്ട് കഴിയാതെ ബോഡി ഇട്ട് ഇങ്ങനെ മൃതദേഹത്തോട് അനാദരവ് എന്നുള്ള ആ അർത്ഥത്തിലല്ല പറയുന്നത്. എന്നാലും ഒരു മകൻ മരിച്ചിട്ട്, കാരണം ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥ, ഒന്നും സംസാരിക്കുന്നില്ല അവർ. എല്ലാം ഇനി പോലീസിൻ്റെ കയ്യിലേക്കായി അവസാനം. കാരണം ആരും ഇത് ടേക്കപ്പ് ചെയ്യുന്നില്ല. കാരണം ഈ പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാൻ ഡോക്ടർമാർ തയ്യാറായിരുന്നില്ല. ആ കാലത്ത് ഏതെങ്കിലും കാരണവശാൽ ഇയാളുടെ എയ്ഡ്സ് രോഗിയാണ്, ഇതിൽപ്പെട്ട പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു ആത്മഹത്യയോ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പോസ്റ്റ്മോർട്ടം വേണം. അക്കാലത്ത് ഈ ഇത്രയൊക്കെ പഠിച്ച ഡോക്ടർമാരായിട്ട് പോലും ഒരു ആത്മഹത്യ ചെയ്ത കേസുകളിൽ മറ്റേതെങ്കിലും ബോഡി വന്നു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും വിമുഖത കാണിച്ചിരുന്ന ഒരു കാലം. അപ്പോൾ ഈ ബോഡി എങ്ങോട്ട് കൊണ്ടുപോകും? അവസാനം അവിടുത്തെ MLA ആരോ MP ആരോ ഇടപെട്ട് തൽക്കാലം അത് ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയിൽ വയ്ക്കുക. ബാക്കി എവിടെയെങ്കിലും കൊണ്ടുപോകാം. അതിന് മുമ്പ് തൽക്കാലം ഇവിടെ നിന്ന് മാറ്റി, ഇവിടുത്തെ സീനൊന്ന് ആൾക്കാരൊക്കെ പിരിഞ്ഞു പോയി കഴിച്ചിട്ട് അവിടെ നിന്ന് പിന്നെ നമുക്ക് എവിടെയെങ്കിലും മാറ്റാം. അപ്പോൾ ആ ഒരു തീരുമാനം അവരോട് പറഞ്ഞു. ചാലക്കുടി ഹോസ്പിറ്റലിലെ സൂപ്രണ്ടായിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ നമ്മുടെ പോലീസ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളെടുത്ത്, നമ്മളിപ്പോൾ ജനങ്ങളുടെ ഇടയിലുള്ള ലോകത്തെ ഏറ്റവും വലിയ അധികാര കേന്ദ്രമാണ് പോലീസ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇത്തരം ഒരു സിവിൽ മാറ്റേഴ്സായിട്ട് വരുമ്പോൾ അവിടെ ജനപ്രതിനിധികൾക്കോ അല്ലെങ്കിൽ കളക്ടർമാർക്കൊക്കെയാണ് റോളുള്ളത്. അപ്പോൾ ആ ജനപ്രതിനിധി കൃത്യമായിട്ട് ആ റോള് എടുത്തു. എനിക്ക് തോന്നുന്നു അത് ത്രൂ കളക്ടർ വഴി ആയിരിക്കാം. എന്തായാലും ബോഡി അവിടെ നിന്ന് എടുത്ത് മാറ്റി ചാലക്കുടി ഗവൺമെൻറ് മോർച്ചറിൽ കൊണ്ടുവച്ചു. അവിടെ കൊണ്ടുവച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ജീവനക്കാരും ഡോക്ടേഴ്സ് എല്ലാവരും കൂടി ഇവിടേക്ക് ആളുകൾ പ്രതിഷേധമായിട്ട് വരും. എയ്ഡ്സ് രോഗിയുടെ മോർച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തൊട്ടടുത്തൊക്കെ ക്യാൻറ്റീനുണ്ട്, അതുണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായി. അവൾക്ക് രാത്രി 10 മണിയായി, ഒരു തീരുമാനമാകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റ് NGOs, മറ്റ് സംഘടനകൾ, മറ്റുള്ള ആളുകളെയൊക്കെ ആയിട്ട് അന്വേഷിച്ചു. അപ്പോൾ ഒരു അറിയിപ്പ് കിട്ടി. എറണാകുളം ജില്ലയിൽ എറണാകുളത്ത് ഇങ്ങനത്തെ ബോഡിയൊക്കെ പിന്നെ എടുക്കുന്ന അല്ലെങ്കിൽ ബോഡി അത് സംസ്കരിക്കാനായിട്ട് അവസരം കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേര് ഞാൻ മറന്നുപോയി. അവർ കൊണ്ടുപോകും, അവിടെ എത്തിച്ചാൽ മതി. അത് ധ്യാനകേന്ദ്രക്കാരോട് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഫുൾ എക്സ്പെൻസ് നിങ്ങൾ എടുക്കുക, ഒരു റിസ്ക് എടുക്കുക, നിങ്ങൾ ബോഡിയുടെ കൂടെ പോവുക, അവിടെ എത്തി എന്ന് ഉറപ്പ് വരുത്തി മറ്റു കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ ധ്യാനകേന്ദ്രത്തിൻ്റെ ആളുകളുടെ അടുത്ത് പറഞ്ഞ് ബോഡി അവിടെ നിന്ന് അമ്മയെ കൂട്ടി എറണാകുളത്തേക്ക് വിട്ടു. ഇത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ എന്നാലും അത് നമ്മൾ സാധാരണ പറയും, ഈ ഓർക്കുന്നതും ഓർത്തെടുത്ത് പറയാവുന്നതുമാണ് യഥാർത്ഥ ജീവിതം. ഗാബയുടെ വരികളാണ് എന്ന് പറയുന്ന പോലെ സർവീസ് ലൈഫിൽ ഓർത്തെടുക്കുന്ന വരുമ്പോൾ ഇങ്ങനെ മനസ്സിൽ വരുന്ന ഒരു വല്ലാത്ത ഒരു ഓർമ്മയാണ് ആ അമ്മയുടെ ദയനീയ അവിടുത്തെ അവസ്ഥയും. ആ പ്രേക്ഷിതയെ ഇന്നും അവർ കാണാമറയത്താണ്. ഒരു ജസ്നയെ പോലെ അതിനപ്പുറത്ത് ആണത്. പക്ഷേ അതിൻ്റെ പുറകിൽ നിൽക്കാൻ ആളില്ലാത്തത് കൊണ്ട് അത് എവിടെയോ തമസ്കരിക്കപ്പെട്ടു പോയത് മാത്രം.
എന്ത് ചെയ്യണമെന്നാലും എങ്ങോട്ട് ഇറങ്ങിയാലും പ്രശ്നമാണ്. അവൻ ഇതിൻ്റെ ഉള്ളിൽ വടിവാൾ വെച്ചണമെന്ന് വന്നിരുന്നു. ആ വടിവാൾ എടുത്തിട്ട് അവിടെ മണലാണ്, ഈ തിയേറ്ററിൻ്റെ ഒരു ടാക്കീസാണ്, ടാക്കീസിൻ്റെ മുൻഭാഗം മണലാണ്. ആ മണലിൽ അവൻ കൈ കൊണ്ട് ആ വാള് ബലമരറ്റ കുത്തി വാളിങ്ങനെ നിൽക്കുന്നു. വാളിൻ്റെ അടുത്ത് ഇവൻ കൈയും വിട്ട് ഇങ്ങനെ നിന്നു. അത്രേ ഉള്ളൂ സീൻ. എന്ന് പറഞ്ഞാൽ ധൈര്യമുള്ളവരുണ്ട് വാടാന്നുള്ളതിൻ്റെ അർത്ഥം.